വിളക്കുവട്ടം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിളക്കുവട്ടം ഗവൺമെന്റ് LPC നടന്ന 110-111 ബൂത്തിന്റെ ഇലക്ഷന്റെ ഭാഗമായി രാവിലെ 6:05 മുതൽ മോക്കോൾ നടക്കുകയും ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 7 മണിക്ക് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു 9:30 എന്നെ ബൂത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ ഇങ്ങനെ CPM ബൂത്തിന്റെ വാതിക്കൽ നിൽക്കുന്നതായിട്ട് വിളിച്ചു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് വന്ന് അവിടുത്തെ നമ്മുടെ വനിതാ പോലീസിനോട് പറയണം, മാറ്റി നിർത്താൻ പറയണം, 100 മീറ്റർ പരിധിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തണമെന്ന് പറയിപ്പിക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്കൂളിൽ വരികയും വരുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ വിളക്കോട്ടം വാർഡ് കൗൺസിലർ സുഭാഷ് നാഥിനെ കണ്ടായിരുന്നു. ഞാൻ അന്നേരം അന്നെ കണ്ടിട്ട് പറഞ്ഞു, സുഭാഷണ്ണ ഇതുപോലെ നിങ്ങളുടെ ആൾക്കാരെല്ലാം കൊണ്ട് വാതിക്കെ നിൽക്കും, അവരെ ദൂരോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഷമീർ കൗൺസിലറല്ലേ, അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് സംസാരിക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബൂത്തിൽ പോയി ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസിനെ അന്വേഷിക്കുകയും അവര് ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ തിരിച്ചു വന്ന് ബൂത്തിന്റെ വാതിക്കെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം കഴിച്ചിട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, താണ്ടെ CPM ആൾക്കാർ മൊത്തം ഇവിടെ നിൽക്കുന്ന, ഇങ്ങനെ ഒരു 100 മീറ്റർ മാറ്റി നോക്കാൻ പറഞ്ഞു. അപ്പൊ മാഡം വന്ന് നിങ്ങൾ മാറുന്നില്ലെന്ന് പറയുകയും ഞാൻ താപ്പോട്ട് പോവുകയും ചെയ്തു. താപ്പോട്ട് പോയപ്പോൾ നമ്മുടെ വാർഡ് കൗൺസിലർ സുഭാഷ് നാഥ് വീണ്ടും വണ്ടിയും കൊണ്ട് വന്നിട്ട് നമ്മുടെ വിളക്കോട്ടം ബൂത്തിലേക്ക് കയറിയിട്ട് ചാടി ഇറങ്ങി നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാരെല്ലാം എന്താ നിൽക്കുകയാണ്, പിന്നെ എനിക്ക് എന്താ നിന്നാണ്. അന്നേരം എൻ്റെ അടുത്ത് പോയി, എടി നീ ഒരു കൗൺസിലറാണ്, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് അതേ രീതിയിൽ പട്ടോടി പറഞ്ഞു, ഇയാൾ ഒരു കൗൺസിലാണ്, പിന്നെ ഇയാൾക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും. ഒട്ടനെ ഇയാൾ എന്നെ കയറി അടിക്കുകയാണ് ചെയ്തത്. ഒരു വഴി കൊണ്ട് എന്നെ വൈക്ക് പിടിച്ച് വലിച്ചിട്ട് മറ്റു കൈ വെച്ചിട്ട് ചെല്ലക്ക് ഇങ്ങനെ അടിക്കുകയും ചെയ്തു. അതിന്റെ പാടുണ്ട്, ഈ വിരൽ കൊണ്ട് ഇവിടെ മുറിയുകയും ചെയ്തു. ഇവിടെ അത് വിരൽ കൊണ്ട് കണ്ട് ഇവിടെ പാടുണ്ട്. അപ്പോഴത്തേന് ഇതെല്ലാം ദൃക്സാക്ഷിയായിട്ട് കാണുന്നുണ്ട് അവിടുത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ. അവർ ഞങ്ങളുടെ നടുക്കുണ്ടായിരുന്നു. അവർ പറയുന്നു, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യരുത്, നിങ്ങൾ മാറി നിൽക്കും, നിങ്ങൾ എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അവരെ ഞാൻ ബോധ്യപ്പെടുത്തിയതാണ്. അവര് CPM ചുമന്ന ടപ്പും ഒക്കെ ഇട്ട് വളരെ ഇതായിട്ട് അവിടെ നിൽക്കുകയാണ്, ഒരു 10-15 പേര്. ഇതിനകത്ത് വിളക്കോട്ട കൗൺസിലർ സുഭാഷ് നാഥിന്റെ മകൻ രാവിലെ 7 മണി മുതൽ ഈ സംഭവം നടക്കുന്ന സമയം വരെയും ആ ബൂത്തിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. ഇത് ഞാൻ ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ട് പോലും നമ്മളെ ഉപദ്രവിക്കാനാണ് അവിടെ ശ്രമിച്ചത്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിളക്കോട്ടത്ത് സ്കൂളിൽ 2 ബൂത്താണുള്ളത്. അപ്പൊ ആ ബൂത്തിന്റെ ഒരു 100 മീറ്റർ അകലം പാലിച്ചാണ് എല്ലാ പ്രവർത്തകരും നിൽക്കുന്നത്. അപ്പൊ ഇവര് ഈ കല്ലാർ വാർഡിലെ കൗൺസിലറും ഈ വിളക്കോട്ടത്ത് നിന്ന് മത്സരിച്ച ആളും ആ ബൂത്തിന്റെ തൊട്ട് മുമ്പ് നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അവരോട് നമ്മൾ പരാതി പറഞ്ഞു, അവരെ മാറ്റണമെന്ന് പറഞ്ഞിട്ടും മാറാതിരിക്കുകയും, അപ്പൊ ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ വിഷയം കുറച്ചു നേരം മുമ്പായിരുന്നു പറഞ്ഞേ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളാണോ, ഇയാളാണോ, ഇയാൾക്ക് ഇവിടെ നിൽക്കാവോന്ന് ചോദിച്ച് പെട്ടെന്ന് പ്രകോപിതയായിട്ട് എന്നെ പിടിച്ചിടുമായിരുന്നു. പിടിച്ചിടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പ്രവർത്തകർ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നും തള്ളുണ്ടായി. അല്ലാതുള്ള വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ് അവര് കേസും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോകാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഒരുപാട് തെളിവുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ നിരന്തരം തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ ഇടതുപക്ഷ പ്രവർത്തകരുടെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഈ ഇവിടുത്തെ ആ കൗൺസിലർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളതല്ല, ഒരു ഷെമിയസിസ്. അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ഇവിടെ വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്.